റോഡ് വെട്ടിപ്പൊളിച്ച് യാത്ര ദുഷ്കരമാക്കിയിട്ട് 6 മാസം. തിരിഞ്ഞു നോക്കാതെ വേണ്ടപ്പെട്ടവർ. കീഴ്ത്തള്ളി സർവീസ് റോഡിൽ നിന്നും ചിന്മയ ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡാണ് വെട്ടിപ്പൊളിച്ചത്. നിരവധി സ്ഥലങ്ങളുമായി ബന്ധപ്പെടുന്ന റോഡ് ഗ്യാസ് കണക്ഷന്റെ പേരിലാണ് വെട്ടിപ്പൊളിച്ചിരിക്കുന്നത്. കണക്ഷൻ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ട് പോലും റോഡ് നന്നാക്കാൻ ആരും തയ്യാറായിട്ടില്ല. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ഉടൻ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. കീഴ്ത്തള്ളി സർവീസ് റോഡിൽ നിന്നും ചിന്മയ കോളേജ് PVS അപ്പാർട്ട്മെന്റ്സ്, മിസ്തി മിഡോസ് വില്ല എന്നിവിടങ്ങളിലേക്കും ആറ്റടപ്പ സാധു പാർക്ക് ചക്കരക്കൽ മുതലായ ഭാഗങ്ങളിലേക്കും പോകുന്ന റോഡുകളാണ് ഗ്യാസ് കണക്ഷന്റെ പേരും പറഞ്ഞ് വെട്ടിപ്പൊളിച്ചിരിക്കുന്നത്. എന്നാൽ പ്രവൃത്തി കഴിഞ്ഞിട്ടാവട്ടെ പിന്നീട് ഗ്യാസ് കണക്ഷൻ പൂർത്തിയായതിനു ശേഷം പോലും റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കി നൽകിയില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. റോഡിന്റെ അവസ്ഥ എത്ര കാലം ഇങ്ങനെ ആയിട്ട്? ഇതിവിടെ ഗ്യാസിൻ്റെ ലൈനിൻ്റെ പണി തുടങ്ങിയിട്ട് ഒരു 6 മാസം കൂടുതലായി. ആദ്യം ഇവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ലൈനിൻ്റെ ഓരോ വീട്ടിലേക്ക് മാത്രം കണക്ഷൻ കൊടുത്തിട്ട് ലൈൻ ഇട്ടിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് വേറൊരു സെറ്റ് വന്നിട്ട് റോഡിൻ്റെ മുകളിൽ മാത്രം ഇട്ടിട്ട് ഒരു ഭാഗത്തിട്ട് പോയി. പിന്നെ വേറൊരു ദിവസം വന്ന് കുഴിച്ചിട്ട് റോഡിന് ഓപ്പോസിറ്റ് ഭാഗങ്ങൾ കുഴിക്കാൻ വേണ്ടിയിട്ട് റോഡ് നടുക്കൂട്ടൊക്കെ ഇറങ്ങുന്നു. എന്നിട്ട് പിന്നെ അതെല്ലാം ചെയ്ത ശേഷം തൽക്കാലം മണ്ണിട്ട് മൂടി വെച്ചിട്ട് കുറേ ദിവസം അങ്ങനെ വെച്ച് ഒന്നും വഴിയായിട്ട് വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ കുറേ ദിവസം പറഞ്ഞതിന് ശേഷം കുറച്ച് ജെല്ലിയെല്ലാം കുഴച്ച് കൊണ്ടിട്ട് ഒരു ഫ്രഷ് ഇട്ടിട്ട് പോയി ഒരു 1.5 മാസം കഴിഞ്ഞതിന് ശേഷം. അതിനുശേഷം പിന്നെ ഇതൊന്നും അതിനുശേഷം മഴയായി. മഴ തുടങ്ങിയതിന് ശേഷം ഇവർ ഇങ്ങനെ കുണ്ടും കുഴിയായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് വീണ്ടും ജെല്ലി കൊണ്ടുവന്നിട്ട് കുഴച്ചിട്ട് ആ നല്ല വേനലുള്ള സമയത്ത് ഇട്ടില്ല. ആ വെയിൽ കഴിഞ്ഞപ്പോഴും കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം മഴയിൽ പോയി. ഇതിപ്പോൾ അടുത്ത വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുള്ളത് എല്ലാവർക്കും അടുത്ത വീട്ടുകാർക്ക് മാത്രം നാട്ടുകാർക്കും ഇവിടെ ചിന്മയ കോളേജിലേക്ക് പോകുന്ന ഹൈവേയുടെ പണിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ റോഡൊക്കെ ബ്ലോക്ക് ആക്കി സാധാരണക്കാർ ഉള്ളോട്ട് വരുന്ന റോഡ് വഴികളാണ് കംപ്ലീറ്റ് ക്രോസ് ഉള്ള റോഡുകളും അത് ഇത് നേരെ ചാലക്കേക്ക് എത്തുന്ന റോഡാണ് ഇതല്ലേ? ഇത് ചാലക്ക് പോവാ, ആറ്റടപ്പ് പോവാ, ചക്കരക്കല്ലിന് വേണമെങ്കിൽ പോവാ, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും സ്കൂൾ വണ്ടികളാണ് കൂടുതൽ സ്കൂള്. ചിന്മയ കോളേജിൽ എത്ര കുട്ടികൾ 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ പറയുമ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ ആരാണോ പറയുന്നത് ഇത് നമ്മൾ ചെയ്യേണ്ടല്ല മറ്റവർ ചെയ്യേണ്ടതാണ്. മറ്റവരോട് ചോദിക്കുമ്പോൾ നമ്മളെല്ലാം ഇവരാണ്. കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഷിഫ്റ്റായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തടയുന്നത്. അങ്ങനെയാണ് ഇന്ന് പണി നിർത്തി വെക്കാൻ പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ കോൺട്രാക്ട് എന്താ പറയുന്നത്? കോൺട്രാക്ട് ആരും മെയിനായിട്ടായിരുന്നു. ഒരാളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ മുകളിൽ ലാൻഡ് ഉണ്ട്. ആ ലാൻഡ് മുകളിൽ വിളിച്ചാൽ പറയുന്നത് വാച്ചുകാരാണ് എടുത്തത്. മെയിൻ ലൈനിലെ പരിപാടി പ്രശ്നം ഉണ്ടാക്കി മുഖ്യമന്ത്രിയുടെ നമ്പർ വിളിച്ച് പറഞ്ഞ് ആ വാച്ചുകാരാണ് അപ്പോൾ ഇതാരാണോ ഉദ്യോഗസ്ഥരാണ് ആർക്കും ഉത്തരവാദിത്വമില്ല. ഇല്ല, ഉത്തരവാദിത്വമില്ല. 6 മാസം കൂടുതലായി. 6 മാസത്തേക്ക് എന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു 10 ദിവസം മുമ്പ് വന്നിട്ട് മുകളിൽ ജെല്ലിയിട്ട് പോയി. അത് മഴ വന്നപ്പോൾ ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഒക്കെ ജെല്ലിയെല്ലാം പോയി. കുറച്ച് ജെല്ലിയിട്ട് ഇത് കണ്ടില്ലേ? കുഴച്ചിട്ടില്ലേ? അതൊരു വേനൽ സമയത്ത് ജനങ്ങൾ ഒരു കോൺക്രീറ്റ് വെള്ളം ഉറച്ചു നിൽക്കും. വ്യത്യാസം മഴ പെയ്ത് അതിനകത്തുള്ള സിമെന്റെല്ലാം ഒഴിച്ച് പോയി. ബാക്കിയുള്ള നിങ്ങൾ നോക്കിയാൽ ഇതിലൂടെ ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ല ഒരു പള്ളികൾ കയറി വരുമ്പോഴുള്ള അവസ്ഥ. 17-13 വയസ്സുള്ള കുട്ടികളാണ് ഉള്ളത്. ശിശോധനക്ക് ദിവസം കൂട്ടിക്കൊണ്ടാ അവർക്ക് വണ്ടിക്കാരെ കയറി കൂട്ടിയുടെ മുകളിൽ കയറി വരണം കൊണ്ടുപോകണ്ടെങ്കിൽ എല്ലാ ദിവസം കൂട്ടിക്കൊണ്ടാ. ഇതിലൂടെ ഒരു വണ്ടി അതിന് ബൈക്കിനെ കയറി വണ്ടി റോഡിൽ വെച്ചിട്ട് അങ്ങോട്ട് പോയി. പക്ഷെ അത് തലയിൽ കയറാൻ തുടങ്ങി എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം അറിഞ്ഞറിഞ്ഞ് ചെയ്യേണ്ട ഓരോ ആൾക്കാർ ബന്ധപ്പെട്ട ആരെങ്കിലും ഉദ്യോഗസ്ഥൻ വേണ്ട. ഒരു ഇത് അദാനി ഗ്രൂപ്പിന് കൊടുത്തെന്ന് പറഞ്ഞാൽ അദാനി ഗ്രൂപ്പ് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ. ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള പിന്നെ ഓഫീസേഴ്സിനൊന്നും ഇതിവിടെ ചെയ്യുന്നത് ശരിയാണോ, ചെയ്യുന്നത് എന്തോ കൃത്യമായിട്ട് ഇതൊന്നും നോക്കാനൊന്നും ആരില്ല. മാസം മുമ്പ് നിങ്ങൾ വലത്ത് ഭാഗത്തെല്ലാം ഗ്യാസിന് കണക്ഷൻ കൊടുത്തിന് എല്ലാം കൊടുത്തു. പിന്നെ അടുത്ത് ഇപ്പം ഗുരുവിൻ്റെ കാര്യം അതിന് ശേഷം നടന്നത് അതിൻ്റെ കാര്യം മനസ്സിലായില്ല. എനിക്കിപ്പോൾ ഒരു 2-3 ആഴ്ച ഞങ്ങൾക്ക് ഒരു വഴിയില്ലാണ്ട് ഇപ്പം ഞങ്ങൾക്ക് നടുക്ക് കുറച്ച് കണ്ടുപിടിച്ചു. പൂക്കളിൽ നിന്നൊക്കെ നടന്നു വരും. അപ്പോൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് സുഖത്തോട് കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ നടക്കാൻ പറ്റാതെ അത് ഓർക്കെല്ലാം വരണം. അതിന് നിങ്ങൾ റോഡൊന്ന് നന്നായി തരണം. കാരണം ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ ലൈന് 1-1.5 മാസം മുമ്പ് അപ്പുറം ഇപ്പുറം കൊടുത്തു. അതിന് ശേഷം നിങ്ങൾ നടുക്ക് കുഴിച്ചു. നടുക്ക് കുഴിച്ചിട്ട് 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നടുക്ക് കല്ലിട്ടു. അപ്പോൾ നടക്കുകയും കഴിയില്ല, പോവുകയും കഴിയില്ല. ഗതാഗത യോഗ്യമല്ലാതായിട്ട് ഇപ്പോൾ തന്നെ 6 മാസം പിന്നിട്ടിരിക്കുന്നു. എന്നിട്ടും ഇതിൽ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. നാട്ടുകാർ നിരവധി തവണ ആവശ്യപ്പെട്ടുവെങ്കിലും നടപടിയെടുക്കാത്തതിനാൽ ഇവർക്കിടയിൽ അമർഷം മുറുകുന്നുണ്ട്. പരിസരവാസികളും പ്രതിഷേധത്തിലാണ്. ബാബു ഒമാൻ, മിഥുൻ, ദിവാകരൻ, രതീഷ് ബാബു, ദിലീപ് തുടങ്ങിയവരും പ്രതിഷേധവുമായി രംഗത്തു വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സിറ്റി ന്യൂസ്, കണ്ണൂർ.